ഈ ബിഗ് പ്രോജക്ട്സ് സുബ്രഹ്മണ്യം ചെയ്യുമ്പോൾ, അതായത് കുമാരസംഭവം പോലെ അങ്ങനെ അംബിക, അംബാലിക, സ്വാമി അയ്യപ്പൻ, അങ്ങനെയുള്ള പ്രോജക്ട്സ്, വലിയ പ്രോജക്ട്സുകൾ ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഇൻവോൾവ്മെൻറ്റ്, അതിൻ്റെ സാങ്കേതിക വിദഗ്ധര പലയിടങ്ങളിൽ നിന്ന് വരുന്നു. അതിനകത്തൊരു അങ്ങനെ ഒരു ഉത്സവം പോലെയാണ് ഇത്. അതുകൂടാതെ ഈ ഇടവേളകൾ വരുമ്പോഴത്തേക്കും അവിടെ അന്നത്തെയൊക്കെ ജോലിക്കാർക്കൊക്കെ ശമ്പളമാണ്. അങ്ങനെ കുറേ പേരുണ്ട് ആ സ്റ്റുഡിയോയിൽ. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ സ്റ്റുഡിയോ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ചെറിയ പ്രോജക്റ്റുകൾ. അപ്പോൾ എന്നാലും അതിനൊക്കെ ഒരു കരുതലുണ്ട്. ആ സിനിമയൊക്കെ ജനങ്ങൾ കാണണം എന്നുള്ള മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്. ചെറിയ കഥാപാത്രങ്ങളെയൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ കുറച്ചുകൂടെ വലിയൊരു കഥാപാത്രങ്ങളെ ചെയ്യുന്നുണ്ട്, വലിയൊരു നടനെ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പ്രമോഷൻ അതിലൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ അങ്ങനെ വേണം എന്നുള്ള പക്ഷക്കാരൻ കൂടിയായിരുന്നു സുബ്രഹ്മണ്യം. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് സ്വപ്നങ്ങൾ എന്നത്. സ്വപ്നങ്ങളിലൊരു പാട്ടിലേക്കാണ് വരുന്നത്. മദിരാക്ഷി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. വയലാറാണ് ഗാനം എഴുതിയിരിക്കുന്നത്, ദേവരാമാഷ്ടരുടെ സംഗീതം. വളരെ അപൂർവമാണ് നീലയിലെ ഒരു ചിത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുക എന്നുള്ളത്. നമ്മൾ തെല്ലൊന്ന് മറന്നുപോയിട്ടുള്ളൊരു പാട്ടാണ്. ആ ഓർമ്മയൊന്ന് കൊടുക്കുക. മദിരാക്ഷി മൃദുലാധരങ്ങൾ, മദനന്റെ മധുപാത്രങ്ങൾ, പ്രിയനു പകർന്നു കൊടുക്കും പ്രണയവികാര ചഷകങ്ങൾ. മദിരാക്ഷി മൃദുലാധരങ്ങൾ, മദനന്റെ മധുപാത്രങ്ങൾ, പ്രിയനു പകർന്നു കൊടുക്കും പ്രണയവികാര ചഷകങ്ങൾ. മദിരാക്ഷി. ഇന്നത്തെ ന്യൂ ജനറേഷൻ സിംഗിങ് ആയ ഹസ്കി സിംഗിങ് എന്നുള്ള കാര്യം യേശുദാസ് എന്ന മഹാഗായകൻ അന്ന് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു ഗാനമാണ് മദിരാക്ഷി എന്ന ഗാനം. മാധുരി അമ്മയും വളരെ ഹസ്കി ആയിട്ടാണ് അത്. സാധാരണഗതിയിൽ മെർലാൻഡിൻ്റെ സിനിമകളിൽ അങ്ങനെ ഹസ്കി ആയിട്ട് അങ്ങനെ കുറച്ച് സെൻഷ്വസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള പാട്ടുകൾ സാധാരണ ഉപയോഗിക്കാറില്ല. പക്ഷെ അവരുടെ മെർലാൻഡിൻ്റെ സിനിമകളിൽ പുറത്തിറങ്ങിയ ഒരു ഹസ്കി ആയിട്ടുള്ള വളരെ സെൻഷ്വസ് ആയിട്ടുള്ള ഒരു ഗാനമാണ് മദിരാക്ഷി നിൻ മൃദുലാധരങ്ങൾ എന്ന മനോഹരമായ ഈ ഗാനം. മോഹപുഷ്പങ്ങൾ വിടരുമ്പോൾ നിന്റെ മൗനം വാചാലമാകുമ്പോൾ, മോഹപുഷ്പങ്ങൾ വിടരുമ്പോൾ നിന്റെ മൗനം വാചാലമാകുമ്പോൾ, നീ എന്നിലലിയുന്നു, നമ്മുടെ ദാഹങ്ങൾ ഒന്നാകുന്നു. ഈ നിമിഷം ഈ ജന്മം നമ്മൾ മറക്കുമോ? മദിരാക്ഷി നിൻ മൃദുലാധരങ്ങൾ, മദനന്റെ മധുപാത്രങ്ങൾ, പ്രിയനു പകർന്നു കൊടുക്കും പ്രണയവികാര ചഷകങ്ങൾ. മദിരാക്ഷി. 1000 കഥകൾ പറയാൻ കൊതിക്കും, അരികത്ത് വന്നാലോ അടിമുടി വിറയ്ക്കും. പെണ്ണിൻ്റെ ഒരു ഭാവമാണ്. എങ്ങനെ ഞാനിത് പറയും? എന്താണ് പറയാനുള്ളത്? അനുരാഗത്തിൻ്റെ ആദ്യത്തെ ചുംബനം എന്ന് ഞാൻ എങ്ങനെ അങ്ങയോട് പറയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു ആർദ്ര ഭാവമാണിത്. അത് വളരെ മനോഹരമായിട്ട് ശ്രീകുമാരൻ നമ്പി എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പി എന്ന വ്യക്തി, അദ്ദേഹം ചലച്ചിത്ര മണ്ഡലത്തിൽ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം നീലായിലൂടെയാണ്. കാട്ടുമല്ലിക എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായി പാട്ട് എഴുതുന്നത്. അദ്ദേഹത്തിന് പിതൃതുല്യനും ഒരു ഗുരുനാഥനും ഒക്കെയായിരുന്നു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി. ഒത്തിരി അവസരങ്ങൾ അദ്ദേഹം ആദ്യകാലത്തും പിന്നീടുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പുകഴേന്തി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ, അദ്ദേഹം മുതലാളി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് വരുന്നതെങ്കിലും മെരിലാൻഡിന് വേണ്ടി ചെയ്തിട്ടുള്ള ആദ്യ ചിത്രമാണ് കൊച്ചനിയത്തി. അപ്പം ശ്രീകുമാരൻ നമ്പിയും പുകഴേന്തിയും കൂടെ ചേർന്ന് നീലായ്ക്ക് വേണ്ടി, സുബ്രഹ്മണ്യത്തിന് വേണ്ടി ചെയ്ത ചിത്രമാണ് കൊച്ചനിയത്തിയിലെ പാട്ട്. അതിലൊരു പാട്ടാണ് സുന്ദരരാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം. സുന്ദരരാവിൽ ചന്ദനമുകിലിൽ മന്ത്രങ്ങളെഴുതും ചന്ദ്രികേ, അനുരാഗത്തിൻ ആദ്യ നൊമ്പരം
ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അസാധാരണ കോമ്പിനേഷൻ റിഥം പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മൃദംഗവും അന്നൊക്കെ ഉണ്ടായിരുന്നു കോങ്കോ ഡ്രം എന്ന് പറഞ്ഞ സംഭവം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചരണത്തിൽ വായിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് കേൾക്കാൻ. ജാനകിയമ്മയാണെങ്കിൽ അതിങ്ങനെ വളരെ രഹസ്യമായിട്ട് ഹസ്കി വോയിസിൽ പാടിയ വളരെ മനോഹരമായൊരു ഗാനമാണിത്.